ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദാമ്പത്യബന്ധത്തിലെ വളരെ ആഴത്തിലുള്ള എന്നാൽ ഭൂരിഭാഗം പുരുഷന്മാരും തിരിച്ചറിയാതെ പോകുന്ന നിശബ്ദമായ ഒരു വലിയ സത്യത്തെക്കുറിച്ചാണ്. തനിക്കായി തന്റെ സർവസ്വവും അർപ്പിച്ച് സ്നേഹിക്കുന്ന ഭാര്യയെ ഒരു ഭർത്താവ് വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ നിരന്തരം മുറിപ്പെടുത്തുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഗൗരവമായി ചിന്തിച്ചിട്ടുണ്ടോ? ആ വേദനയ്ക്കപ്പുറം അവളിൽ സംഭവിക്കുന്ന മാറ്റം പുകയുന്ന ഒരു അഗ്നിപർവ്വതം പോലെയാണ്. സാധാരണയായി ഒരു പുരുഷൻ തന്റെ പങ്കാളിയെ വേദനിപ്പിക്കുമ്പോൾ അയാൾ അഹങ്കാരത്തോടെ വിചാരിക്കുന്നത് അവൾക്ക് വിവരമില്ലെന്നോ അല്ലെങ്കിൽ അവൾ തനിക്ക് എപ്പോഴും കീഴിലാണെന്നോ ആണ്. എന്നാൽ അതാണ് ഒരു പുരുഷന് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ്. സത്യമെന്താണെന്നാൽ പ്രപഞ്ചം തന്റെ കയ്യിലേൽപ്പിച്ച ആ വലിയ പൊക്കിഷത്തിന്റെ മൂല്യം തിരിച്ചറിയാൻ കഴിയാത്ത അയാളുടെ തന്നെ അറിവില്ലായ്മയാണത്. തനിക്ക് കിട്ടിയ വലിയൊരു വരദാനത്തെ ചവിട്ടി മെതിക്കുമ്പോൾ അയാൾ സ്വയം ചെറുതാവുകയാണ് ചെയ്യുന്നത്. ശാന്തമായ പരിവർത്തനം. ഒന്നോർക്കുക, നിങ്ങൾ ആവർത്തിച്ച് അവളെ മുറിപ്പെടുത്തുമ്പോൾ അറിയാതെ തന്നെ വലിയൊരു മാറ്റത്തിനാണ് നിങ്ങൾ തിരികൊളുത്തുന്നത്. ഒരു ഉത്തമയായ സ്ത്രീയുടെ മനസ്സ് വേദനിക്കുമ്പോൾ അവർ മറ്റുള്ളവരെപ്പോലെ തെരുവിലിറങ്ങി ബഹളം വെക്കില്ല, വീട്ടിലെ സാധനങ്ങൾ എറിഞ്ഞുടക്കില്ല, സങ്കടം സഹിക്കവയ്യാതെ ജീവിതം അവസാനിച്ചു എന്ന് കരുതി ഒരു മൂലയിലിരുന്ന് വിലപിക്കില്ല. അവിടെ സംഭവിക്കുന്നത് ആർക്കും ഒറ്റനോട്ടത്തിൽ കാണാൻ കഴിയാത്ത ഒരത്ഭുതമാണ്. കണ്ണാടി പോലെ ശാന്തമായ ആ മനസ്സിനുള്ളിൽ വലിയൊരു കൊടുങ്കാറ്റ് രൂപപ്പെടാൻ തുടങ്ങുകയാണ്. രാത്രികളിലെ ആത്മവിചാരം. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ലോകം നിശബ്ദമാകുമ്പോൾ ആ നീണ്ട രാത്രികളിൽ അവളുടെ ചിന്തകൾ ഉണരാൻ തുടങ്ങും. ഞാൻ ആരാണ്? എന്റെ സ്നേഹത്തിന് ഇവിടെ എന്ത് വിലയാണുള്ളത്? എന്തിനാണ് ഞാൻ ഇത്രയധികം സഹിക്കുന്നത്? എന്റെ ആത്മാഭിമാനം എവിടെ? ഇങ്ങനെ അഗ്നി പോലെ പുള്ളുള്ള ചോദ്യങ്ങൾ അവളിൽ ഉയരും. ഓർക്കുക, ഈ ചിന്തകൾ അവളെ തളർത്തുകയല്ല, മറിച്ച് അവളെ പഴുപ്പിച്ചെടുക്കുകയാണ്. സ്വർണത്തെ തീയിലിട്ടാൽ അതെങ്ങനെ കൂടുതൽ ശോഭിക്കുമോ അതുപോലെ അവളുടെ ഉള്ളും കൂടുതൽ കരുത്തുറ്റതാകും. തന്റെ സമയം, തന്റെ സ്വപ്നങ്ങൾ, തന്റെ ആയുസ് പോലും നിങ്ങൾക്കായി നൽകിയ ഒരു പരിശുദ്ധാത്മാവാണത്. ഞാൻ ഇത്ര കൊടുത്തു, പകരം എനിക്ക് എന്ത് കിട്ടി എന്നൊരു കണക്ക് പുസ്തകം അവൾ ഒരിക്കലും സൂക്ഷിച്ചിരുന്നില്ല. അവളുടെ സ്നേഹം നിരുപാധികമായിരുന്നു. ലോകം മുഴുവൻ നിങ്ങളെ തള്ളിപ്പറഞ്ഞപ്പോൾ നിങ്ങളെ താങ്ങി നിർത്തിയത് ആ സ്ത്രീയുടെ വിശ്വാസമായിരുന്നു. ആ സ്നേഹം വെറുമൊരു വൈകാരികതയല്ല, അതൊരു വലിയ ശക്തിയാണ്. എന്നാൽ ആ പരിശുദ്ധമായ സ്നേഹത്തെ നിങ്ങൾ അവഗണിക്കുമ്പോൾ അവിടെ അവളുടെ കണ്ണുകൾ തുറക്കപ്പെടുകയാണ്. ആത്മാഭിമാനത്തിന്റെ ഉദയം. മുൻപ് ചെയ്ത വലിയ തെറ്റുകൾ പോലും പുഞ്ചിരിയോടെ ക്ഷമിച്ചവളാണവൾ. സഹിച്ചും ക്ഷമിച്ചും നിന്നാൽ എന്നെങ്കിലും നിങ്ങൾ മാറുമെന്ന് അവൾ വെറുതെ മോഹിച്ചു. എന്നാൽ ഇപ്പോൾ അവൾക്ക് ബോധ്യമായിരിക്കുന്നു, ആ മൗനത്തിനും ത്യാഗത്തിനും അവിടെ ഒരു വിലയുമില്ലെന്ന്. തന്നെ നിരന്തരം തകർക്കുന്ന ഒരിടത്ത് തന്റെ ആത്മാഭിമാനം ബലി കൊടുക്കുന്നത് തെറ്റാണെന്ന് അവൾ തിരിച്ചറിയുന്നു. അതിനായി അവൾ പടവാളെടുക്കില്ല, മറിച്ച് അവളുടെ മനസ്സിനെ ബുദ്ധിപൂർവം പാകപ്പെടുത്തും. തന്റെ സമാധാനം സംരക്ഷിക്കാൻ അവൾ പഠിച്ചു കഴിഞ്ഞു. അലറുന്നതിനേക്കാൾ വലിയ ശക്തി മൗനത്തിനുണ്ടെന്ന് അവൾ തിരിച്ചറിയുന്നു. ഇവിടെയാണ് പല പുരുഷന്മാർക്കും പിഴയ്ക്കുന്നത്. എവിടെ പോകാനാണ്, എന്റെ കൂടെയല്ലേ എന്ന അഹങ്കാരത്തിൽ അവർ ആ സ്നേഹത്തെ വെല്ലുവിളിക്കുന്നു. ക്ഷമയുടെ അന്ത്യം. ഭാര്യയുടെ വിശ്വസ്തതയും ക്ഷമയും അളന്നു നിൽക്കരുത്. കാരണം എല്ലാത്തിനും ഒരു അതിർവരമ്പുണ്ട്. ആ അതിർവരമ്പ് ഒരിക്കൽ അവൾ ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലോകം മുഴുവൻ കീഴടക്കി അവളുടെ കാൽക്കൽ വച്ചാലും അവൾ പഴയ നിലയിലേക്ക് മടങ്ങിവരില്ല. സ്നേഹം വറ്റിപ്പോയി എന്നല്ല, മറിച്ച് ഇനി ഇത് മതി എന്നവൾ സ്വയം തീരുമാനിച്ചു കഴിഞ്ഞു. ആ നിമിഷം മുതൽ അവളുടെ ശ്രദ്ധ നിങ്ങളിൽ നിന്ന് മാറി അവളിലേക്ക് തന്നെ ചുരുങ്ങും. നിങ്ങൾക്കായി മാത്രം ചെലവാക്കിയ ആ സ്നേഹവും ഊർജവും ഇനി അവൾ അവളുടെ സ്വപ്നങ്ങൾക്കും സന്തോഷങ്ങൾക്കും വളർച്ചയ്ക്കുമായി ഉപയോഗിക്കും. അവിടെ തകർക്കാൻ നിങ്ങളറിഞ്ഞ കല്ലുകൾ കൊണ്ട് അവൾ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കും. നിങ്ങൾ വിചാരിച്ചതിലും വലിയ വ്യക്തതയോടെ അവൾ ജീവിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഭർത്താവിന് വലിയൊരു തിരിച്ചടി നേരിടുന്നത്. താൻ ഇത്രയും കാലം കണ്ട ആ പാവം പെണ്ണല്ല ഇതെന്ന തിരിച്ചറിവ് അയാളെ ഞെട്ടിക്കും. പുരുഷന്റെ അഹങ്കാരത്തിന്റെ തകർച്ച. ഭാര്യ എപ്പോഴും തനിക്ക് കീഴ്പ്പെട്ടിരിക്കും, താൻ എന്തു ചെയ്താലും അവൾ പൊറുക്കും എന്നൊക്കെയുള്ള അയാളുടെ അന്ധമായ വിശ്വാസം അവിടെ തകർന്നടിയും. തന്നെ ബഹുമാനിക്കാത്ത ഒരിടത്തുനിന്ന് അവൾ എന്നെ മനസ്സുകൊണ്ട് പടിയിറങ്ങിപ്പോയിരിക്കുന്നു. ഇപ്പോൾ അവളെ നോക്കിയാൽ വലിയ ശാന്തത തോന്നും. പഴയ ആ നിലവിളിയോ പരാതിയോ കെഞ്ചലോ ഒന്നും അവിടെ കാണില്ല. അത് ഭർത്താവിനെ ശരിക്കും ഭയപ്പെടുത്തും. കാരണം നല്ല സ്ത്രീകൾക്ക് ഒരിക്കലും കെഞ്ചേണ്ടി വരില്ല. തന്നെ മുറിപ്പെടുത്തുന്നവരുടെ പിന്നാലെ അവർ യാചിക്കാറില്ല. അവർ ഒരടി പിന്നോട്ട് വയ്ക്കും, ആഴത്തിൽ ചിന്തിക്കും,
പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ സ്വന്തം വഴിക്ക് പോകും. ഉള്ളിലെല്ലാം തകർന്നു ചിതറുമ്പോഴും അവർ കരുത്തുറ്റവരായി പുറമേ നിൽക്കും. തിരിച്ചറിയപ്പെടാത്ത ശിക്ഷ. സ്നേഹമില്ലാത്ത ദാമ്പത്യം ഒരു യുദ്ധക്കളമായി മാറരുത്. സമാധാനം ലഭിക്കേണ്ട ഒരിടത്ത് എന്നും ശത്രുതയോടെ ജീവിക്കാൻ ആർക്കും കഴിയില്ല. ഇത് മനസ്സിലാക്കുമ്പോൾ അവൾ നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ വരില്ല, മറിച്ച് നിങ്ങളെ അങ്ങ് സ്വതന്ത്രനാക്കും. ആ സ്വതന്ത്രമാക്കലുണ്ടല്ലോ, അതാണ് ഒരു പുരുഷന് ലഭിക്കുന്ന ഏറ്റവും കഠിനമായ ശിക്ഷ. തനിക്കിനിയും സമയമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. എന്നാൽ നിങ്ങൾ വിളിക്കാൻ ചെല്ലുമ്പോഴേക്കും അവൾ നിങ്ങളെ ഒരു ഓർമ്മ മാത്രമാക്കി ദൂരേക്ക് മറഞ്ഞു പോയിട്ടുണ്ടാകും. അവളിപ്പോൾ നിങ്ങളോട് ദേഷ്യത്തിലല്ല, മറിച്ച് നിങ്ങളില്ലാത്ത ഒരു ലോകത്ത് അവൾ സന്തുഷ്ടയാണ്. അമൂല്യമായ ആ സ്നേഹത്തെയാണ് താൻ കളഞ്ഞുകുളിച്ചതെന്ന് നിങ്ങൾ അപ്പോൾ മാത്രമേ തിരിച്ചറിയൂ. അത്തരമൊരു കളങ്കമില്ലാത്ത സ്നേഹം ഇനി ഏത് സ്വർണ്ണഖനിയിൽ തിരഞ്ഞാലും നിങ്ങൾക്ക് കിട്ടില്ല. കഷ്ടകാലത്ത് നിഴലായി നിന്ന, യാതൊരു ലാഭവും നോക്കാതെ സ്നേഹിച്ച ആ ഉള്ളം ഒരു വജ്രമായിരുന്നു. അവളില്ലാത്ത ആ വീട് ഒരു ശവപ്പറമ്പ് പോലെ നിശബ്ദമാകും. ആ മൗനം നിങ്ങളുടെ ഉറക്കം കെടുത്തും. വേറെ എവിടെ നിങ്ങൾ സമാധാനം തിരഞ്ഞാലും ഭാര്യ നൽകിയ ആ മാതൃത്വത്തിന്റെ കരുതൽ മറ്റൊരിടത്തും ലഭിക്കില്ല. അങ്ങനെയുള്ള ഒരു അത്ഭുതത്തെയാണ് നിങ്ങൾ സ്വന്തം കൈകൊണ്ട് എറിഞ്ഞുടച്ചത്. അവസാനമായി ഒരു കാര്യം കൂടി. ഒരു നല്ല പെണ്ണിനെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ അവളെ മാത്രമല്ല ഇല്ലാതാക്കുന്നത്, നിങ്ങളുടെ തന്നെ ജീവിതത്തിലെ ഐശ്വര്യത്തെയും സമാധാനത്തെയുമാണ്. ഉടഞ്ഞുപോയ ഒരു കണ്ണാടി എത്രയൊക്കെ ഒട്ടിച്ചുവെച്ചാലും അതിലെ വിള്ളൽ മായുകയില്ല. ഒരു നല്ല പങ്കാളിയെ വേദനിപ്പിക്കുന്നത് കയ്യിലുള്ള വജ്രം കളഞ്ഞിട്ട് റോഡിലെ കല്ല് പെറുക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് കൂടെയുള്ള ആ സ്നേഹത്തെ ഇപ്പോഴേ മാനിക്കുക. അതില്ലാതായ ശേഷം കരയുന്നതിനേക്കാൾ എത്രയോ വലിയ ബുദ്ധിയാണ് അത് കൂടെയുള്ളപ്പോൾ പൊന്നുപോലെ സൂക്ഷിക്കുന്നത്. ഈ ഹൃദയസ്പർശിയായ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഇത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ അറിവുകളുമായി വീണ്ടും കാണാം. നന്ദി.